കോതമംഗലം മുനിസിപ്പാലിറ്റിയെ ഫണ്ട് വിനിയോഗത്തിൽ മുന്നിലെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുമെന്ന് ചെയർപേഴ്സൺ ഭാനുമതി രാജുവും വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കിയും പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായിരുന്നു. ക്രമറ്റോറിയം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും ടൗൺ ഹാൾ നിർമ്മാണം ആരംഭിക്കുന്നതിനും നടപടികളുണ്ടാകും. ട്രാഫിക് പ്രശ്നങ്ങളും വഴിവിളക്കുകളുടെ കാര്യത്തിലുള്ള പോരായ്മകളും അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കുമെന്നും പുതിയ ഭരണസാരഥികൾ പറഞ്ഞു. LDFിനെ പുറത്താക്കി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ UDF ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണെന്ന് ചെയർപേഴ്സൺ ഭാനുമതി രാജു പറഞ്ഞു. ക്രിമറ്റോറിയം പൂർത്തിയാക്കുക എന്നതിനാണ് പ്രഥമ സ്ഥാനം. നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം ആവശ്യമായ ഇടപെടൽ നടത്തും. ടൗൺ ഹാൾ നിർമ്മാണമാണ് മുന്നിലുള്ള മറ്റൊരു പദ്ധതി. കോതമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കുമെന്നും ഭാനുമതി രാജു വിശദീകരിച്ചു. ഞങ്ങൾ വളരെ അധികം പ്രതീക്ഷകളോടും വളരെയധികം ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ UDF കൗൺസിൽ ഇപ്പോൾ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ക്രിമറ്റോറിയമാണ്. ഒരു പ്രത്യേക സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു ക്രിമറ്റോറിയം തുടങ്ങി വച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാം. എന്തൊക്കെയാണ് നടപ്പിലാക്കിയതെന്നൊന്നും ഞങ്ങൾ പോയി കണ്ടിട്ടില്ല. അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ വിഷൻ. രണ്ടാമത് ഞങ്ങളുടെ മുന്നിൽ ടൗൺ ഹാളുണ്ട്. തുടക്കം കുറിച്ചൊരു ടൗൺ ഹാളാണ്. അത് ചില സമ്മർദ്ദത്താൽ അത് നിർത്തലാക്കേണ്ടി വന്നു, നിന്നുപോയി. ഇനി അതും ഒന്ന് തുടരണം എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാക്കേണ്ടതും അനിവാര്യമാണെന്ന് വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. ലഭ്യമാകുന്ന ഫണ്ട് ശരിയായി വിനിയോഗിക്കാൻ മുൻ കൗൺസിലിന്റെ കാലത്ത് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് ഏറെ പിന്നിലായിരുന്നു കോതമംഗലം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കർമ്മപദ്ധതി ആവിഷ്കരിക്കുമെന്നും ലഭ്യമാകുന്ന ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവൺമെന്റും മറ്റ് ഇതര ഏജൻസികളും നഗരസഭയ്ക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് സമയബന്ധിതമായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ അത് ചെലവഴിക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ നാളുകളിൽ അത്തരത്തിലുള്ള ഫണ്ട് അലോക്കേഷൻ ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും നടത്തിയെങ്കിൽ പോലും അത് ഫലപ്രദമായിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 87 നഗരസഭകളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ അത് 84-85 പൊസിഷനിലാണ്. അത് മാറ്റി വരുന്ന 3 മാസം കൊണ്ട് ഈ സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുന്നതാണ്. അതിനുള്ളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പരമാവധി ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക, വഴിവിളക്കുകൾ തെളിയിക്കുക, ബസ് സ്റ്റാൻഡുകളിലെ കംഫർട്ട് സ്റ്റേഷനുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക തുടങ്ങിയവയും മുൻഗണനയിലുണ്ടെന്ന് ഭാനുമതി രാജുവും പ്രിൻസ് വർക്കിയും പറഞ്ഞു. കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ കംഫർട്ട് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അത് നല്ല രീതിക്ക് അതിൻ്റെ സേവനം ലഭിക്കുന്നില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപമുണ്ട്. അത് പരിഹരിക്കണം. അതുപോലെ മറ്റുള്ള ബസ് സ്റ്റാൻഡുകളിലും പൊതു ഇടങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ശുചിമുറിയും മറ്റുള്ള സൗകര്യങ്ങളുമെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ നഗരത്തിലെ 33 വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പോരായ്മകളും അല്ലെങ്കിൽ പല സ്ഥലത്തും വഴിവിളക്കുകൾ കത്തുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണം. അങ്ങനെ ഒന്നൊന്നായിട്ട് കോതമംഗലം നഗരത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. GTV ന്യൂസ്, കോതമംഗലം.